പ്രലോഭനങ്ങൾ ആർക്കുമുണ്ടാകാം, ആത്മീയ ജീവിതത്തിൽ എത്ര ഉയർന്ന വ്യക്തികൾക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ചുള്ള ഡോക്ടറേറ്റ് പഠന കാലഘട്ടത്തിൽ ആ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആത്മകഥയും മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്കുണ്ടായ പ്രലോഭനത്തെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചുമാണ്. കാരണം കൊച്ചുത്രേസ്യയ്ക്ക് ഒരിക്കലും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും വളരെയധികം വിശുദ്ധിയോടെ ജീവിച്ച ഒരു വ്യക്തിയാണെന്നും ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം. എന്നാൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആത്മകഥയിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. നിത്യവ്രതം എടുക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നാളുകളിൽ ആ വ്രതത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ചില പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായി. അതിൽ പ്രധാനമായും തൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഇച്ഛകളെ തൃപ്തിപ്പെടുത്തുവാനുള്ള പ്രലോഭനം ഉണ്ടായതായി കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് പെട്ടെന്ന് ഒരു കുറ്റബോധത്തിൻ്റെ ഫലമായി കൊച്ചുത്രേസ്യ പുണ്യവതി പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ദൈവവിളിയില്ല, ഞാൻ ഈ മഠം വിട്ടു പോവുകയാണ്. അങ്ങനെ 100% തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു. എന്താണത്? ഇത് എത്രയും പെട്ടെന്ന് ചെന്ന് ആശ്രമ അധിപതിയായ മഠം സുപ്പീരിയറിനോട് ചെന്നൊന്ന് പറയാം. സാധാരണ രീതിയിൽ സെമിനാരി കാലത്തിരിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും റെക്ടറിൻ്റെ അടുത്തൊന്നും പറയാറില്ല. പക്ഷേ കൊച്ചുത്രേസ്യ പുണ്യവതി ഒരു തീരുമാനം എടുത്തു, എളിമപ്പെട്ടുകൊണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു സംഘർഷം ഞാൻ എത്രയും പെട്ടെന്ന് ചെന്ന് മദർ സുപ്പീരിയറിനെ അറിയിക്കും. ആ രാത്രിയിൽ മദർ സുപ്പീരിയറിൻ്റെ വാതിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി വരാന്തയിലൂടെ നടന്ന് വാതിൽക്ക് ചെന്ന് മുട്ടി. മദർ സുപ്പീരിയർ രാത്രി ആരാണോ വാതിൽ തുറക്കുന്നത് പെട്ടെന്ന് ഞെട്ടി വാതിൽ തുറന്നു. വന്നു നോക്കുമ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി അവിടെ നിൽക്കുകയാണ്. അമ്മ ചോദിച്ചു, എന്തു പറ്റി ഈ രാത്രിയിൽ? അപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി വ്യസനത്തോടെ കണ്ണീരോടുകൂടി പറഞ്ഞു, അമ്മേ, എനിക്ക് ദൈവവിളി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ മദർ സുപ്പീരിയർ പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, മറ്റാർക്കും ദൈവവിളി ഇല്ലെങ്കിലും നിനക്ക് ദൈവവിളിയുണ്ട്. നീ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ മേഖലയിൽ നിനക്ക് വിടുതൽ തന്നിട്ടുണ്ട്. നീ ശാന്തമായി കിടന്നുറങ്ങുക, നിനക്ക് ദൈവവിളിയുണ്ട്. നാളെ പ്രാർത്ഥിച്ചൊരുങ്ങി നിത്യവ്രതം എടുക്കുക. ഈ കാര്യം എന്നെ ഒരു അത്ഭുതകരമായ കാര്യം പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മടിക്കുകയും അത് പങ്കുവയ്ക്കുന്നത് ഒരു കുറവായി കാണുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് എളിമപ്പെട്ടാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ എളുപ്പമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി ആ പ്രലോഭനങ്ങൾ എളിമപ്പെട്ട് അധികാരികളുടെ മുമ്പിൽ പറയുന്ന നിമിഷത്തിൽ തന്നെ സാത്താൻ്റെ കൊമ്പ് ഒടിയുകയാണ്. ആ പ്രലോഭനത്തിൽ അത്ഭുതകരമായി വിജയം വരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിൽ സാത്താനെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എളിമയാണ്. സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എളിമപ്പെട്ട് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നവരുടെ മുമ്പിൽ പങ്കുവെക്കുക. തിരുസഭയിലെ ആത്മീയ ജീവിതത്തിൽ ഒരു മിസ്റ്റിക്കായി അറിയപ്പെടുന്ന വ്യക്തിയാണ് തോമസ് മെർട്ടൺ. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഒരുപാട് പുസ്തകങ്ങൾ വളരെ പ്രശസ്തമാണ്. തോമസ് മെർട്ടൻ്റെ ജീവിതത്തിൽ എന്നാൽ വളരെ പ്രലോഭനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയൊരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് തന്നെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഒരു നേഴ്സുമായി ചെറിയൊരു സ്നേഹം, ചെറിയൊരു അടുപ്പം, ചെറിയൊരു പ്രണയമൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തോമസ് മെർട്ടന് പലതരത്തിലുള്ള പ്രലോഭന ചിന്തകൾ കടന്നു വന്നു. ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കണമോ അതോ ആ നേഴ്സുമായി മുന്നോട്ട് പോകണമോ എന്നൊക്കെ. പക്ഷേ അദ്ദേഹം ഈ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരോട് പങ്കുവെക്കും? അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു വൈദികനോട് എളിമപ്പെട്ടുകൊണ്ട് ഈ സംഭവം പങ്കുവെക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. തോമസ് മെർട്ടൺ തന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരു വൈദികൻ്റെ അടുത്ത് നിന്ന് എളിമപ്പെട്ട് താൻ കടന്നു പോകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയും ആ വൈദികൻ വലിയ ആത്മീയ ജ്ഞാനത്തോടുകൂടി തോമസ് മെർട്ടനെ ഗൈഡ് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി
അത്ഭുതകരമായി ആ പ്രലോഭനങ്ങളിൽ നിന്നും തോമസ് മെർട്ടൺ വിടുതൽ പ്രാപിക്കുകയാണ്. ഒരിക്കൽ ഫൗസ്റ്റീന പുണ്യവതിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മനസ്സ് മടുത്തിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്തിനാണ് ഇത്രമാത്രം പ്രലോഭനങ്ങൾ? എനിക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ, പ്രലോഭനങ്ങൾ നിനക്കുണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അത് നിന്നെ എളിമപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ അനുവദിച്ചിരിക്കുന്നതാണ്. രണ്ട്, നിന്റെ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടി ഞാൻ അനുവദിച്ചിരിക്കുന്നതാണ്. മൂന്ന്, ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. അങ്ങനെ പല കാരണങ്ങളും ഈശോ ഫൗസ്റ്റീന പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ചെറുതും വലുതുമായ കുറവുകൾ, നമ്മൾ കുമ്പസാരക്കൂട്ടിലൊക്കെ പാപത്തിൽ വീഴുമ്പോൾ പാപങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ഗുരുക്കന്മാരോട് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മളെ സഹായിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഗുരുക്കന്മാരെ ആവശ്യമാണ്. നമ്മളെ സഹായിക്കുന്ന വ്യക്തികളെ ആവശ്യമാണ്. വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. വിശുദ്ധ കുർബാനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കുമെന്ന് 100% നമുക്കുറപ്പുള്ള ആത്മീയമായ വ്യക്തികളുമായി നമ്മളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രലോഭനങ്ങൾ പങ്കുവെക്കുന്നത് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മളെ ഏറെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, പരാജയങ്ങൾ, വിഷമങ്ങൾ, പ്രലോഭനങ്ങൾ ആത്മീയ ജീവിതത്തിൽ വളർന്നവരോട് പങ്കുവെച്ച് അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായിച്ചാൽ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തനം 32:8 പറയുന്നുണ്ട്, നീ നടക്കേണ്ട വഴികൾ നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ നടക്കേണ്ട വഴികൾ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത് ആത്മീയ ഗുരുക്കന്മാരിലൂടെയാണ്. അവരോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ നമ്മുടെ കുറവുകളിൽ നിന്നും മോചനം പ്രാപിച്ച് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുക. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.